ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് സിമ്പിളായൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഏറെ തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ഓണിയൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇത് വെള്ളം നല്ലോണം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊരു സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണിത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളം, അങ്ങനെയാണ് കണക്ക്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് ഒന്ന് ഇളക്കി ഒന്നുകൂടി അടച്ചു വെക്കാം. സ്കൂളിൽ കിട്ടുന്ന ഉപ്പുമാവ് ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്. വെറുതെ കടുകും വറ്റൽമുളകും മാത്രമേ ഇടുള്ളൂ. അതിൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്കൂളിൽ കിട്ടുന്ന ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഗോതമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലുള്ള വെള്ളം കുറച്ച് വറ്റാനുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങ് വറ്റിക്കോളും. ഇതിപ്പം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയാണ്. പക്ഷെ എന്നാലും സ്കൂളിൽ കിട്ടുന്ന അത്ര ആ ഒരു ഉപ്പുമാവിൻ്റെ ആ ഒരു പെർഫെക്ഷനൊന്നും വന്നില്ല. ആ ഒരു മണം വന്നില്ല കറക്റ്റായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.